ഉത്രാട നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഏത് കാര്യത്തിലും കൃത്യതയും കടുക്കും ചിട്ടയും പുലർത്തി വിജയത്തിലെത്തിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം നല്ല വിജയമുണ്ടാവും. അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കും. ഓഹരി വിപണിയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. ശത്രുക്കളെ വർദ്ധിക്കും. കുടുംബത്തോടെ സ്വസ്ഥതയും സമാധാനം നിലനിൽക്കും. എന്നാൽ ഹൃദ്രോഗമോ പ്രമേഹമോ മുതലായ രോഗങ്ങൾ അലട്ടുന്നവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കേസ് മുതലായ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. എഗ്രിമെൻറ്റുകളോ കരാറുകളോ മൂലം വിഷമങ്ങളുണ്ടാകുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പല കാര്യങ്ങളും ചെറിയ തർക്കങ്ങൾ വലുതായി വലിയ കേസിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. വർഷാവസാനം സാമ്പത്തികമായ പുരോഗതിയും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമായി പ്രവർത്തിക്കുന്നവർക്ക് ജോലിക്കും അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്ന് ശത്രുതാ മനോഭാവം ഉണ്ടാവുക മൂലം പല വിഷമങ്ങളും ഉണ്ടാവും. കുടുംബത്ത് പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾ നേരിടേണ്ടി ഉണ്ടാവും. സഹോദരങ്ങളിൽ നിന്ന് നല്ല സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരിക മൂലം മനസ്സിന് ക്ലേശമുണ്ടാവും. അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. പ്രത്യേകിച്ചും മദ്യപാനം പോലുള്ള വിഷയങ്ങളുള്ളവർ വളരെ കരുതലും അതിനുവേണ്ടിയിട്ടുള്ള നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം അപകടങ്ങൾ വലിയ വിഷമസന്ധികൾ വലിച്ചു വയ്ക്കും. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പരീക്ഷകൾ എഴുതുന്നവർ ഉന്നതമായ രീതിയിൽ വിജയിക്കും. പൂജാതി കാര്യങ്ങളും മംഗളകാര്യങ്ങളും കുടുംബത്ത് നടത്തും. തിരുവോണ നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങളിൽ ഗുണാധിക്യമാണ് ഇക്കാലത്തുണ്ടാവുക. പൊതുവെ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവരും വഴിപാടുകളും പ്രാർത്ഥനകൾ കൊണ്ട് ദോഷങ്ങൾ നീങ്ങുന്നവരുമാണ്. എന്നാൽ തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഓഹരി കാര്യങ്ങളിൽ നഷ്ടമുണ്ടാവും. കുടുംബസ്വത്വവും ഭാഗ്യം വയ്ക്കുന്നതിൽ ചെറിയ കലഹങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മേലധികാരികളുടെ അപ്രീതിയും കടബാധ്യതയ്ക്കും സാധ്യതയുള്ള വർഷവുമാണ്. ശാരീരികമായും മാനസികമായും വളരെ ക്ലേശങ്ങളുണ്ടാവും. പാരമ്പര്യമായി കിട്ടേണ്ട അവകാശങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാവും. ദൂരദേശ യാത്രകൾ അനുകൂലമായി വരും. രക്തസംബന്ധമായ ദോഷമുള്ളവർക്ക് അസുഖം വർദ്ധിക്കുകയും പ്രശ്നങ്ങളുണ്ടാവാൻ നോക്കേണ്ടതാണ്. മേലധികാരികളുടെ അപ്രീതിയും പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കും പാത്രമാവുകയും ചെയ്യും. തൊഴിൽ രഹിതർക്ക് ഈ വർഷം അനുകൂലമാണ്. പുതിയ സംരംഭങ്ങൾ ഏർപ്പെടുന്നവർക്കും തൊഴിൽ ലഭിക്കും.